നമസ്കാരം. വികസിപ്പിച്ചുവെന്ന് റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം. ക്യാൻസറിനെതിരെ സ്വന്തമായി mRNA വാക്സിൻ വികസിപ്പിച്ചുവെന്നും ജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുമെന്നും റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് സെന്റർ ജനറൽ ഡയറക്ടർ ആൻഡ്രി കപ്രിൻ റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിനോട് പറഞ്ഞു. ക്യാൻസർ വാക്സിനുകൾ ഉടൻ വികസിപ്പിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ അറിയിച്ചിരുന്നു. 2025 ആദ്യം തന്നെ വാക്സിൻ സൗജന്യമായി വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. വാക്സിൻ ട്യൂമർ വികസനത്തെയും ക്യാൻസർ സെല്ലുകളുടെ വ്യാപനത്തെയും തടയുന്നതായി ക്ലിനിക്കൽ ട്രയലുകളിൽ കണ്ടെത്തിയെന്ന് ഗമേലിയ നാഷണൽ റിസർച്ച് സെന്റർ ഫോർ എപ്പിഡെമിയോളജി ആൻഡ് മൈക്രോബയോളജി ഡയറക്ടർ അലക്സാണ്ടർ ഗിൻസ്ബർഗ് ടാസിനോട് പറഞ്ഞു. അതേസമയം ക്യാൻസർ വാക്സിന്റെ പേര് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ റഷ്യ പുറത്തുവിട്ടിട്ടില്ല. വാക്സിൻ എത്രമാത്രം ഫലപ്രദമാണെന്ന കാര്യത്തിലും വ്യക്തതയില്ല. ക്യാൻസർ വാക്സിനുകൾ വികസിപ്പിക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം ഫെബ്രുവരിയിൽ അറിയിച്ചിരുന്നു. റഷ്യയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ എന്നാണ് റിപ്പോർട്ട്. 2022 മാത്രം 6,55,000-ത്തിലധികം ക്യാൻസർ കേസുകൾ രാജ്യത്ത് കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. ഇതിൽ ഏറെയും വൻകുടൽ, സ്തനം, ശ്വാസകോശം എന്നീ അവയവങ്ങളെയാണ് ബാധിച്ചിരിക്കുന്നത്. റഷ്യയ്ക്ക് പുറമെ മറ്റു രാജ്യങ്ങളും ക്യാൻസർ വാക്സിൻ വികസിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം UK സർക്കാർ ജർമ്മൻ ബയോടെക്നോളജി കമ്പനിയുമായി ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചിരുന്നു. വിവിധ മരുന്ന് കമ്പനികളും ക്യാൻസർ വാക്സിനുകൾക്കായി ശ്രമം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മിൻഹ വേൾഡ്.